തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കുറ്റിച്ചൽ 5 വർഷക്കാലം പൂർത്തിയാക്കി വീണ്ടും പുതിയ ഭരണസമിതി നിലവിൽ വന്നു. കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ തച്ചങ്കോട് വിജയനെ പ്രസിഡന്റായും ചന്തവിളാകം കെ ശശിധരനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി ജെ മനോഹരൻ, എസ് പ്രകാശ് കുമാർ, എൽ പ്രസന്നകുമാർ, അനസ് എസ് തെക്കേത്തറ, ജെ പ്രശാന്ത്, ജിത്തു വിൽസൺ, എസ് ജയകുമാരി, ആർ അജിതകുമാരി, മാധു ആറം എന്നിവരെ ഉൾപ്പെടെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. നാളിതുവരെയായി ₹1 പോലും ഓർഡറേറിയും കൈപ്പറ്റാതെ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഈ 5 വർഷക്കാലത്ത് നടത്തിയ ഓഡിറ്റുകളിൽ ഓരോ വർഷവും തച്ചങ്കോട് സഹകരണ സംഘം ലാഭത്തിലാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും ചെറുകിട കച്ചവടക്കാർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ആശ്വാസകരമായ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞെന്നും സഹകരണ മേഖലയ്ക്ക് പൊതുജനങ്ങളിടയിൽ മോശമായ അഭിപ്രായമാണുള്ളതെങ്കിലും തച്ചങ്കോട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത്രയും കാലം മറ്റു പരാതികളോ പരിക്കുകളോ ഇല്ലാതെ മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞെന്നും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് തച്ചങ്കോട് വിജയൻ പറഞ്ഞു. സെക്രട്ടറി ആതിര SR, ജീവനക്കാരായ അശ്വതി SP നായർ, ജലജകുമാരി എന്നിവരുമായി തച്ചങ്കോട് സഹകരണ സംഘം കുറ്റിച്ചലിൽ പ്രവർത്തിച്ചു വരുന്നു. തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതി അംഗമായി ഇന്നേ ദിവസം 24/12/2024 അധികാരമേൽക്കുന്നു. ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യത്തിൽ യഥാവിധിയായി വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഇതിനാൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കുറ്റിച്ചൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് തച്ചങ്കോട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രൂപം നൽകുകയുണ്ടായി. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറേറ്റ് റിട്ടയർ ചെയ്ത ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ് പൊതുജനങ്ങളെ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. അത്തരത്തിൽ സർവീസിൽ നിന്ന് റിട്ടയറായ കുറേ ഉദ്യോഗസ്ഥരെയും കൂടാതെ സർവീസിലുള്ള കുറേ ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടിയാണ് അന്ന് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷന് വേണ്ടി മുന്നോട്ട് നീങ്ങുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ 5 വർഷം പിന്നിട്ടതിന് ശേഷം പുതിയ ഒരു ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. എതിരില്ലാതെ ഞങ്ങളെ 11 പേരെ തിരഞ്ഞെടുത്തു. അതിൽ വീണ്ടും എന്നെ തച്ചങ്കോട് വിജയനായ എന്നെ തന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയുണ്ടായി. വൈസ് പ്രസിഡൻ്റായി കുറ്റിച്ചലിൽ ചന്തവിളാകം കെ ശശിധരൻ, അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റായിട്ടും തുടർന്ന് ബോർഡ് മെമ്പർമാരായി ജെ മനോഹരനെയും അനസ് തെക്കേത്തറ, പ്രകാശ് കുമാർ മരുതമ്മൂട്, അതുപോലെ പ്രശാന്ത്, ഈ ജിത്തു കുറ്റിച്ചലിലെ ജിത്തു, അതുപോലെ പ്രസന്നകുമാർ, ജയകുമാരി, വനിതാ വിഭാഗത്തിൽ നിന്ന് അജിതകുമാരി, അതേപോലെ മാധു തുടങ്ങിയ ഇതിൽ ഇനിയുമുണ്ട്. ആകെ 11 പേരാണ്. ഈ 11ഓളം പേരെ തിരഞ്ഞെടുത്ത് പുതിയ ഭരണസമിതിക്ക് രൂപം നൽകി മുന്നോട്ട് പോവുകയാണ്. അനസ് തെക്കേത്തറ, മനോഹർ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പം തെക്കേത്തറ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ഒരാളെ കൂടി ലഭിച്ചിട്ടുണ്ട്, അനസ്. അദ്ദേഹത്തിൻ്റെ സേവനവും ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവുകയും ഈ പഞ്ചായത്തിലല്ല നമുക്ക് കാട്ടട താലൂക്കിൽ വ്യാപിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന് മറ്റ് സഹകാരികൾ എല്ലാം ഇതിൽ സഹകരിച്ച് മുന്നോട്ടിപ്പം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ആഡിറ്റ് നടന്നപ്പോൾ കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ ഞങ്ങൾക്ക് നഷ്ടമില്ല, ഓരോ വർഷവും ലാഭമാണ് ഉണ്ടായത്. തുടർന്നും അത്തരത്തിലുള്ള മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സഹകരണ മേഖല ഇന്ന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ ഒക്കെ ഒരു സാഹചര്യത്തിൽ തച്ചങ്കോട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും പൊതുജനങ്ങളുടെയും സഹകാരികളുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. എൻ്റെ പേര് മനോഹരൻ എന്നാണ്. എൻ്റെ വീട് മരുതമ്മൂട് തൊട്ടടുത്താണ്. ഈ സഹകരണ സംഘം രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ ഈ പ്രദേശത്ത് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സഹകരണ മേഖല ഒന്നടങ്കം വളരെ മോശപ്പെട്ട ചില കാര്യങ്ങളുമായി വരുമ്പോഴേക്കും നമ്മുടെ സംഘം ഇതുവരെ അത്തരത്തിൽ മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടില്ല. വളരെ ഭംഗിയായി ഇതിൻ്റെ കാര്യങ്ങൾ ചിട്ടയോടുകൂടി നടത്തിക്കൊണ്ടുപോകാൻ വളരെ നേതൃത്വം നൽകുന്ന പ്രസിഡന്റുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ സഹകാരികളായ നമ്മുടെ ബാങ്ക് ഇതിൻ്റെ മെമ്പർമാരുണ്ട്. നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ സഹകരണവും നമുക്ക് ഈ സ്ഥാപനത്തിന്, നമ്മുടെ ഈ സഹകരണ സംഘത്തിനുണ്ട്. അതുതന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും നടത്തിപ്പിനും ഇന്നും വരും വർഷങ്ങളിൽ വളരെ ഭംഗിയായി നടത്താനും അത് ഉപകരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ഇതിനുള്ള എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ കമ്മിറ്റി വളരെ ഭംഗിയായി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ പ്രസിഡന്റ് ശ്രീമാൻ തച്ചങ്കോട് വിജയൻ സാറ് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ തച്ചങ്കോട് എന്ന ഈ സ്ഥലത്ത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത്. സാധാരണക്കാരുടെയും സഹകാരികളുടെയും എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണത്തോടെ ഇന്ന് നല്ല രീതിയിൽ മികച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ് എതിരില്ലാതെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ നാളിതുവരെ നൽകിയ സഹകരണവും പിന്തുണയും ഇനിയും മുമ്പോട്ട് അതുപോലെ തന്നെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറ്റിച്ചലിലെ തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവർക്കും ഞാൻ വാക്ക് നൽകുന്നു. പാലിച്ച ഉത്തരവാദിത്തമാണ്, വളരെ കൃത്യതയോടുകൂടി നിറവേറ്റും എന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഉറപ്പ് നൽകുകയാണ്. എൻ്റെ പേര് ജിത്തു വിൽസൺ. തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 2ാമത്തെ ഭരണസമിതിയിൽ ഞാനും കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി വളരെ ആത്മാർത്ഥമായിട്ട് തച്ചങ്കോട് വിജയൻ സാർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രത്തോളം ഐശ്വര്യത്തോടു കൂടി ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള നാളുകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒരുപാട് സ്കീമുകൾ, കോപ്പറേറ്റീവ് മേഖലയിൽ നിന്ന് കിട്ടുന്ന സ്കീമുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് അംഗങ്ങളുടെ സെലക്ഷന്റെ നിയമം അനുസരിച്ച് 40 വയസ്സിൽ താഴെയുള്ള 2 യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് 2 പേര് വേണമെന്നാണ് നോംസ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ യുവജന അംഗമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. തുടർന്നുള്ള ആളുകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഇനിയും ഒരുപാട് രീതിയിൽ ഈ കുറ്റിച്ചൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല നമ്മുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് കാട്ടാക്കട താലൂക്ക് മുഴുവനുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും എന്റെ സേവനം തുടർന്നുള്ള നാളുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി. തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയിലെ 2ാം ഭരണസമിതിയിൽ ഇപ്പോൾ ഞാനും ബോർഡ് മെമ്പറാണ്. അപ്പോൾ ഇതിന് ആധാരമായി കണ്ടത് മുൻ ഭരണസമിതി അംഗങ്ങളെ ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനം തന്നെയാണ്. കാരണം മറ്റ് സൊസൈറ്റികളെ എല്ലാം അപേക്ഷിച്ച് ഈ സൊസൈറ്റിയിലെ പ്രവർത്തനം വളരെ മികവുറ്റതായതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതിൽ ഭാഗവത്താക്കാൻ കഴിഞ്ഞത്. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഭരണസമിതി അംഗങ്ങളെയും എസ്പെഷ്യലി പ്രസിഡന്റ്, മറ്റ് ഭരണസമിതി അംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തുടർന്നും ഇതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എൻ്റെ വീട് തൊട്ടടുത്താണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സംഘം വീണ്ടും പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റായി തച്ചങ്കോട് വിജയൻ സാറിനെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എൻ്റെ പേര് അജിത. ഞാൻ തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബോർഡ് മെമ്പറാണ്. ഈ സൊസൈറ്റിക്ക് വേണ്ടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ പേര് മാധു. ഞാൻ സോഷ്യൽ വെൽഫെയർ തച്ചങ്കോട് സൊസൈറ്റിയുടെ അംഗമായി മാറി ഈ ബോർഡ് മെമ്പറായി ഈ പുതിയ ഭരണസമിതിക്ക് എൻ്റെ വക എല്ലാ ഭാവുകങ്ങളും നേരുന്നു. 2019 നവംബർ 1-ാം തീയതിയാണ് നമ്മുടെ തച്ചങ്കോട് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ചു തുടങ്ങിയത്. ശ്രീ തച്ചങ്കോട് വിജയൻ സാറിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ഭരണസമിതി. അതിനുശേഷം ഇന്ന് പുതിയ ഭരണസമിതി നിലവിൽ വരെയാണ്. എല്ലാ ബോർഡ് മെമ്പേഴ്സിനെയും എൻ്റെ പേരിൽ, സൊസൈറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇവിടെ 4 വർഷമായി സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ പുതിയ ഭരണസമിതിയുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.